ഇടുക്കിയിൽ കോൺഗ്രസ് നേതൃത്വത്തെ വെല്ലുവിളിച്ച് ധീരജ് കൊലക്കേസ് പ്രതി നിഖിൽ പൈലി. ഇടുക്കി ജില്ലാ പഞ്ചായത്തിലെ പൈനാവ് ഡിവിഷനിൽ മത്സരിക്കുമെന്ന് നിഖിൽ പൈലി സമൂഹമാധ്യമങ്ങളിലൂടെ അറിയിച്ചു. പാർട്ടിയെ ഒറ്റുകൊടുത്തവരെയാണ് കോൺഗ്രസ് പരിഗണിക്കുന്നതെന്ന് നിഖിൽ പൈലി ആരോപിച്ചു. മുഹമ്മദ് ആഷിഖ് ചേരുന്നു. ആഷിഖ്, നിഖിൽ പൈലി കോൺഗ്രസിനൊരു വെല്ലുവിളിയാവുമോ അവിടെ? ആ നിലയിലാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം. പക്ഷെ എത്രത്തോളം വെല്ലുവിളി സൃഷ്ടിക്കാൻ നിഖിൽ പൈലിക്ക് കഴിയുമെന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. ധീരജ് വധക്കേസിലെ ഒന്നാം പ്രതിയാണ് നിഖിൽ പൈലി. ഇപ്പോഴും കോൺഗ്രസിന്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഇടുക്കി ജില്ലയിലെ വിവിധ ചുമതലകൾ വഹിക്കുന്ന ആൾ കൂടിയാണ്. ഇദ്ദേഹമാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പൈനാവ് ഡിവിഷനിലെ സീറ്റ് നിർണയവുമായി ബന്ധപ്പെട്ട ചില പ്രതിഷേധങ്ങൾ ഉയർത്തിയിട്ടുള്ളത്. താൻ നിലവിലനുസരിച്ച് ജില്ലാ നേതൃത്വം പരിഗണിക്കുന്ന ആളുകളെയാണ് സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുന്നതെങ്കിൽ താൻ പൈനാവ് ഡിവിഷനിൽ നിന്ന് മത്സരിക്കും എന്നാണ് ഈ ഫേസ്ബുക്ക് കുറിപ്പിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ജില്ലാ നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത്, നിലവിൽ പരിഗണിക്കുന്ന രണ്ട് സ്ഥാനാർത്ഥികളും സിപിഎമ്മുമായി സീറ്റ് ധാരണകൾ നടത്തുന്ന അല്ലെങ്കിൽ വോട്ട് കച്ചവടം നടത്തുന്ന ആളുകളാണ്. അവരെ മത്സരിപ്പിച്ചതുകൊണ്ട് പൈനാവിൽ യാതൊരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. ആ നിലയിൽ സിപിഎമ്മുമായി ഒത്തുതീർപ്പുണ്ടാക്കുന്ന സ്ഥാനാർത്ഥികളെ നിർത്താനാണെങ്കിൽ താൻ തന്നെ ഈ നോമിനേഷൻ കൊടുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്, എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞിട്ടുള്ളത്. അതേസമയം അല്പനേരം മുമ്പ് ഇടുക്കി ജില്ലയിലെ 7 പഞ്ചായത്ത് ഡിവിഷനുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇടുക്കി ജില്ലാ പഞ്ചായത്തിലെ 12 ഡിവിഷനുകളിൽ കോൺഗ്രസ് ആണ് മത്സരിക്കുന്നതെങ്കിലും 7 ഇടത്തേക്ക് മാത്രമേ ഇതുവരെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാനായിട്ടുള്ളൂ. തർക്കം നിൽക്കുന്ന, വിമതശല്യം നിലനിൽക്കുന്ന 5 ഇടങ്ങളിൽ ഇനിയും സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ കോൺഗ്രസിനായിട്ടില്ല. അതേസമയം ജില്ലാ DCC പ്രസിഡന്റുമായി ഈ വിഷയം നിഖിൽ പൈലി ഉയർത്തിയ വെല്ലുവിളിയുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ എങ്കിൽ നിഖിൽ പൈലി മത്സരിക്കട്ടെ, വെല്ലുവിളിയൊന്നും കോൺഗ്രസിന്റെ അടുത്ത് വേണ്ട എന്നുള്ള പ്രതികരണമായിരുന്നു DCC പ്രസിഡന്റ് CP മാത്യു നടത്തിയത്. ഏതായാലും ഇടുക്കി ജില്ലയിൽ കോൺഗ്രസിന് വലിയ തലവേദനയായി സീറ്റ് വിഭജന ചർച്ചകൾ ഇനിയും അനന്തമായി നീളുകയാണ്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഒരു തീരുമാനം നടത്താനാകും എന്ന പ്രതീക്ഷ ജില്ലാ നേതൃത്വം പങ്കുവയ്ക്കുമ്പോഴും പലയിടങ്ങളിലും വലിയ തർക്കം നിലനിൽക്കുന്നു. യൂത്ത് കോൺഗ്രസ് വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ആവശ്യങ്ങൾ അടക്കം അംഗീകരിച്ചു കൊടുത്താൽ മാത്രമേ അന്തിമമായ ഒരു ചിത്രത്തിലേക്ക്, സ്ഥാനാർത്ഥികളുടെ പട്ടികയിലേക്ക് കോൺഗ്രസിന് ഇടുക്കി ജില്ലയിൽ കടക്കാനാവുകയുള്ളൂ. ധന്യ.